ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗോവിന്ദ് അവിടെ നിന്ന് പോയതിന് ശേഷം രണ്ടുപേരും തമ്മിലുള്ള ഒരു റൊമാൻറ്റിക് സോങ്ങൊക്കെയാണ്. കാരണം ഗീതുവിൻ്റെ മനസ്സിൽ ഗോവിന്ദ് അല്പം മുമ്പ് നടത്തിയ ആ ഒരു സ്നേഹപ്രകടനവും അതുപോലെ തന്നെ ഗോവിന്ദിന് അവളോടുള്ള ആ ഒരു വിശ്വാസമൊക്കെ കടന്നു വരികയാണ്. അതുപോലെ തന്നെ തിരിച്ച് കാറിൽ പോയിക്കൊണ്ടിരുന്ന ഗോവിന്ദാണെങ്കിലും ഗീതുവായിട്ടുണ്ടായിരുന്ന ആ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള സീൻസൊക്കെ ആലോചിച്ചിട്ട് ഒരു നല്ലൊരു സോങ്സൊക്കെ വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. അതിനൊക്കെ ശേഷം പിന്നെ ഗീതു ആലോചിക്കുന്നത് ഇത്ര നേരം നടന്നുകൊണ്ടിരുന്ന, അതായത് ഗീതുവിനെക്കുറിച്ച് കിഷോർ പറഞ്ഞു പരത്തിയിരുന്ന ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഗീതു ആലോചിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഗോവിന്ദിൻ്റെ നമ്പർ എടുത്ത് ഫോണിൽ ഡയൽ ചെയ്യാൻ പോകുമ്പോഴാണ് ഗീതു പെട്ടെന്ന് ചിന്തിക്കുന്നത് അപർണിക അവസാനമായിട്ട് പറഞ്ഞ വാക്കുകൾ. കാരണം കിഷോറിനെ പോലുള്ളവരാണെങ്കിൽ കൊല്ലുമായിരുന്നു, കിഷോർ ആണെങ്കിൽ പോലും ഞാൻ കൊല്ലുമായിരുന്നു എന്ന് അപർണിക പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇന്നിപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം കൈകൂപ്പിക്കൊണ്ട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. അതിനുശേഷം അപർണിക ഗീതുവിനോട് സംസാരിക്കുന്നതുണ്ട്, കിഷോറിനെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം, ഇനി ഒരു പെണ്ണിനെയും ചതിക്കാൻ അവന് സാധിക്കില്ല. അപ്പോൾ ഗോവിന്ദിനെ കോൾ ചെയ്യാതെ ഗീതു ആലോചിക്കുന്നുണ്ട്, ആ ദേഷ്യത്തിന് അപർണിക പോയിട്ട് കിഷോറിനോട് ചോദിച്ചാൽ പിന്നെ ഞാനും കണ്ണേട്ടനും കൂടി പ്ലാൻ ചെയ്ത ഡ്രാമ വർക്കാവില്ല. അവൾ കിഷോറിനോട് സംസാരിക്കും മുമ്പേ തടയണം. എന്നിട്ട് ഗീതു അപർണികയെ കോൾ ചെയ്യാണ്. പക്ഷേ റേഞ്ച് ഇഷ്യൂ കാരണം അപർണികയിലേക്ക് കോൾ എത്തുന്നുണ്ടായിരുന്നില്ല. ആ സമയത്തൊക്കെ ഗീതുവിൻ്റെ മനസ്സിൽ അപർണികയുടെ വാക്കുകൾ തന്നെയാണ്. ഗീതാഞ്ജലി പറഞ്ഞ സ്ഥാനത്ത് എൻ്റെ കിച്ചു ആണെങ്കിൽ പോലും അവനെ കൊന്നിട്ട് ഞാനും കൂടി ഈ കടലിൽ എടുത്ത് ചാടി മരിച്ചേനെ. അതും കൂടി ഓർത്തപ്പോൾ ഗീതുവിന് വീണ്ടും ടെൻഷൻ ആവുകയാണ്, ഇനി അപർണിക വല്ല കടുങ്കയും ചെയ്തിട്ടുണ്ടാവുമെന്ന്. അപർണികയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഫോൺ ബെല്ലടിയുന്നത്. അതായത് ഗീതുവിൻ്റെ കോൾ വരുന്നത്. പക്ഷേ അപർണിക ആ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. മറിച്ച് അവളുടെ കയ്യെത്തും തുമ്പത്തുള്ളത് റിവോൾവറാണ്. അത് കയ്യിലെടുത്ത് പിടിച്ച് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ട് അത് തന്നെ നോക്കി നിൽക്കുകയാണ് അപർണിക. അതിനുശേഷം ഫോൺ എടുത്തിട്ട് കിഷോറിൻ്റെ നമ്പറിലേക്ക് കോൾ ചെയ്യാണ്. അപർണികയുടെ കോൾ വരുന്ന സമയത്ത് കിഷോർ ഡ്രൈവിങ്ങിലാണ്. വലിയ താല്പര്യമൊന്നുമില്ലാത്ത മട്ടിലാണ് കിഷോർ കോൾ അറ്റൻഡ് ചെയ്യുന്നത്. ഹലോ, കിച്ചു എത്താറായോ? അപർണികയും അതിനേക്കാളേറെ ദേഷ്യത്തോടുള്ള ശബ്ദത്തിലാണ് സംസാരിക്കുന്നത്. ആ, ഉടനെ എത്തും. മറുപടി ഒന്നും പറയാതെ അപർണിക കോൾ കട്ട് ചെയ്യുകയാണ്. ഒരുതരം പ്രതികാരത്തോടുള്ള മനോഭാവത്തോടു കൂടിയാണ് അപർണിക നിൽക്കുന്നത്, റിവോൾവറും കൈ പിടിച്ചുകൊണ്ട്. കാരണം തിരിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അറ്റ് ദ മൊമെൻറ്റ് കിഷോറിനെ കൊന്നിട്ട് സ്വയം മരിക്കാനാണ് അപർണികയുടെ തീരുമാനം. അതിനുശേഷം മിററിന് മുന്നിൽ പോയി നിന്നിട്ട് റിവോൾവർ ചൂണ്ടിപ്പിടിച്ചുകൊണ്ട് അപർണിക പറയാണ്, കിഷോറെ, നീ ഇതുവരെ ചെയ്ത എല്ലാ തെറ്റുകൾക്കുമായി ഒരു ബുള്ളറ്റ് നിനക്ക്. അതിനുശേഷം തിരിച്ചു വന്ന് ബെഡിലിരുന്നു കൊണ്ട് റിവോൾവർ സ്വന്തം നെറ്റിയിൽ വെച്ചുകൊണ്ട് സ്വയം പറയാണ്, കിച്ചുവിനെ സ്നേഹിച്ചു പോയതിനുള്ള ശിക്ഷയായി ഒരു ബുള്ളറ്റ് എനിക്കും. ശരിക്കും പറഞ്ഞാൽ ബുദ്ധി നഷ്ടപ്പെട്ട ഒരാളുടെ പെരുമാറ്റമായിരുന്നു അപർണികയിൽ ഉണ്ടായിരുന്നത്. ഒരിക്കലും അംഗീകരിക്കാനും കേട്ടത് വിശ്വസിക്കാനും പറ്റാത്ത ആ ഒരവസ്ഥ. ആ റിവോൾവർ നെറ്റിയിൽ മുട്ടിച്ച് വെച്ചുകൊണ്ട് വീണ്ടും കരഞ്ഞുകൊണ്ട് അപർണിക സ്വയം പറയാണ്, എന്നോടൊപ്പം ഈ ഭൂമിയുടെ വെളിച്ചം കാണാനാവാതെ ഒരു കുരുന്നു ജീവൻ കൂടി ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാവുന്നതിൻ്റെ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. എന്തൊക്കെ പൊസിഷനിലെത്തിയെന്ന് പറഞ്ഞാലും എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞാലും എപ്പോഴും ഒരു പെണ്ണിൻ്റെ മനസ്സിൽ ഒരു അമ്മയുടെ സ്ഥാനം വലുത് തന്നെയാണല്ലോ. അതിനുശേഷം അപർണിക പൊട്ടി പൊട്ടി കരയാണ്. കാരണം ഒന്നും അറിയാതെ മരിക്കാൻ വിധിക്കപ്പെട്ട തൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ ആലോചിച്ചിട്ട് അവൾ വയറിന് മോൾ കൈവച്ചിട്ട് പൊട്ടി പൊട്ടി കരയുകയാണ്. അപ്പോഴാണ് കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ അപർണികയുടെ മനസ്സിലുള്ള ആ പ്രതികാരം വീണ്ടും വരികയാണ്. മരണം ഇരന്ന് വാങ്ങിക്കാൻ വേണ്ടി അവൻ എത്തി. എന്നിട്ട് റിവോൾവർ എടുത്ത് കൈകൾ കൊണ്ട് പിൻഭാഗത്തേക്കാക്കിയിട്ട് ഹൈഡ് ചെയ്യുന്ന രീതിയിൽ വെച്ചുകൊണ്ടാണ് അപർണിക താഴേക്ക് ഇറങ്ങി പോകുന്നത്. എന്നിട്ട് വന്ന് ഡോറ് തുറക്കുന്നതും അപർണികയ്ക്ക് ഒരിക്കലും സ്വപ്നം പോലും കാണാൻ പറ്റാത്ത രീതിയിൽ സ്വന്തം ഡാഡിയാണ് മുന്നിൽ വന്ന് നിൽക്കുന്നത്. അപർണിക പെട്ടെന്ന് ഷോക്കായി പോവുകയാണ്. മുഖത്ത് നിറഞ്ഞ ചിരിയുമായിട്ട് സ്വന്തം മകളെ നോക്കി നിൽക്കുകയാണ് ആ പിതാവ്. അപ്പോൾ തന്നെ അപർണികയുടെ ആ ഒരു ധൈര്യമൊക്കെ ചോർന്നു പോയി. അതുവരെ കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ധൈര്യമൊക്കെ പോയി. പിന്നെ കാണുന്നത് ഡ്രൈവർ ഒരു വലിയൊരു ബോക്സ് നിറച്ചും ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടി വാങ്ങിച്ചു വെച്ചിട്ടുള്ള കളിപ്പാട്ടങ്ങൾ, അതായത് അപർണികയുടെ ഡാഡി വാങ്ങിച്ച കളിപ്പാട്ടങ്ങളുമായിട്ട് ഡ്രൈവർ നടന്നു വരുന്ന കാഴ്ചയാണ്. അതുകൂടെ കണ്ടപ്പോൾ അപർണിക സത്യത്തിൽ തളർന്നു പോവുമായിരുന്നു. അപ്പോഴേക്കും ഡാഡി പറയുന്നുണ്ട്, എൻ്റെ പേരക്കുട്ടിക്ക് ഈ ഗ്രാൻഡ് പേയുടെ ആദ്യത്തെ സമ്മാനങ്ങളാ ഇതൊക്കെ. കണ്ണ് നിറയുന്നത് ഡാഡി കാണാതിരിക്കാൻ അപർണിക പണിപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും അയാളോട് അത് ഗിഫ്റ്റൊക്കെ അവിടെ വെക്കാൻ വേണ്ടിയിട്ട് ഡാഡി പറയാണ്. അതിനുശേഷം അയാൾ ചിരിച്ചുകൊണ്ട് അപർണികയോട് പറയാണ്, നീ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ അമ്പിളി മാമനെ പിടിച്ചു കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചത്, ചുമ്മാ നമ്മുടെ കുഞ്ഞങ്ങ് തട്ടിക്കളിക്കട്ടെ എന്ന്. അയാളുടെ ആ സന്തോഷം കാണുന്ന സമയത്ത് തിരിച്ചെന്താ മറുപടി പറയേണ്ടതെന്ന് പോലും അറിയാതെ അപർണിക ഇങ്ങനെ വിങ്ങി പൊട്ടി നിൽക്കുകയായിരുന്നു. വേറൊന്നും പറയാൻ പറ്റാതെ അപർണിക പറയാണ്, ഡാഡി അകത്തേക്ക് വാ. അപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം അകത്തേക്ക് കയറുകയാണ്. അപ്പോഴും അപർണികയുടെ ടെൻഷൻ കയ്യിൽ ഒളിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആ റിവോൾവർ ഡാഡി കാണുമെന്നായിരുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് ഒരെത്തും പിടിയില്ലാതെ അതും കയ്യിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അപർണിക ഡാഡിക്ക് പിന്നാലെ പോകുന്നത്. രണ്ടുപേരും അകത്തെത്തിയതിന് ശേഷം ഡാഡി അപർണികയോട് പറയുന്നുണ്ട്, ജീവിതം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളായി. ഇപ്പോഴാണ് ഡാഡി ഒന്ന് റിലാക്സ് ആയത്. അപ്പോൾ അപർണിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ സന്തോഷം മുഴുവൻ നഷ്ടപ്പെട്ടത് ഇപ്പോഴാണ്. അതെങ്ങനെ ഞാൻ ഡാഡിയോട് പറയും?
പക്ഷെ അവർണികയുടെ മുഖത്ത് ഒരുപാട് സങ്കടങ്ങളുണ്ടായിരുന്നു. അപ്പോഴും ഡാഡി പറയുന്നുണ്ട്, ഞാനെല്ലാം നഷ്ടപ്പെടുത്തിയത് നിനക്ക് വേണ്ടിയാ. അവർണിയയ്ക്ക് പൊട്ടിക്കരയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഡാഡി പറയുന്നുണ്ട്, പക്ഷേ എനിക്കതിൽ വിഷമമൊന്നുമില്ല മോളെ. നീ ഇവിടെ നിൻ്റെ പ്രിയപ്പെട്ട ഭർത്താവുമൊത്ത് സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നറിയുന്നതാ ഡാഡിയുടെ ഏറ്റവും വലിയ സമാധാനം. ഈ കുഞ്ഞ് നമുക്ക് ഭാഗ്യവുമായാണ് വരുന്നത്. നമുക്ക് നഷ്ടപ്പെട്ടതൊക്കെ 10 ഇരട്ടിയായിട്ട് അവൻ തിരിച്ചു കൊണ്ടുവരും. അത് ഡാഡിക്ക് ഉറപ്പാ. പക്ഷെ ഒന്നും പറയാതെ തലതാഴ്ത്തി നിൽക്കുകയാണ് അവർണിക. മരിക്കാൻ പോകുന്നവൾക്ക് എന്ത് സ്വപ്നം എന്നൊരു അർത്ഥത്തിൽ. അത് മനസ്സിലായിട്ടെന്ന പോലെ തന്നെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നീ എന്താ ഒന്നും പറയാത്തത്? നീ ഹാപ്പി അല്ലേ മോളെ? അതുകൂടെ കേട്ടപ്പോൾ സത്യത്തിൽ അവർണിക തളർന്നു പോവുകയാണ്. അവൾ പോലും അറിയാതെ അവളുടെ കയ്യിൽ നിന്ന് റിവോൾവർ താഴേക്ക് വീണ്. പെട്ടെന്ന് അവൾ ഷോക്കിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് അദ്ദേഹം അത് കാണുകയാണ്, താഴെ കിടക്കുന്ന റിവോൾവർ. രണ്ടുപേരും മാറി മാറി ആ റിവോൾവർ നോക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം കുഞ്ഞിട്ട് ആ റിവോൾവർ എടുക്കുന്നുണ്ട്. മോളെ, നീ എന്തിനാ ഇതെടുത്തത്? അദ്ദേഹം സംശയത്തോടെ ചോദിക്കുകയാണ്. അത് പിന്നെ കുറേ നാളായി പൊടി പിടിച്ച് കിടക്കുമായിരുന്നു, തുടച്ചു വെക്കാൻ എടുത്തതാ. അവർണികയുടെ മറുപടിയിൽ തൃപ്തികരമല്ലെങ്കിലും അദ്ദേഹം കൂടുതലായിട്ടൊന്നും ചോദിക്കുന്നില്ല. കൂടുതലൊന്നും ചോദിക്കാതെ രണ്ടുപേരും പോയി സോഫയിലേക്ക് ഇരിക്കുകയാണ്. അപ്പം ഡാഡി അതിനുശേഷം അവർണികയോട് പറയുന്നുണ്ട്, ഇനി പറയാനുള്ളത് കുറച്ച് വിഷമമുള്ള കാര്യമാണ്. എന്താണെന്നുള്ള അർത്ഥത്തിൽ അവർണിക നോക്കുമ്പോൾ അദ്ദേഹം സങ്കടത്തോടെ പറയാണ്, നമ്മുടെ ബാംഗ്ലൂരിലുള്ള വില്ല നഷ്ടപ്പെട്ടു. അത് അവർണികയ്ക്ക് അടുത്തൊരു ഷോക്കായിരുന്നു. പക്ഷേ പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ്, കുഞ്ഞിനെ കൊണ്ടുവന്ന തൊട്ടിലെടുത്ത് അകത്ത് വെച്ചിട്ട് ഈ വീട്ടിൽ എനിക്കും കൂടി അല്പം സ്ഥലം തരണം. ഒരു യാചകനെ പോലെ അയാൾ ചോദിക്കുന്ന കേട്ടപ്പോൾ അവർണിക അറിയാതെ പൊട്ടിക്കരഞ്ഞു പോവാണ്. ഡാഡി പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അവർണിക വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, വയസ്സാം കാലത്ത് എല്ലാ ഗ്രാൻഡ്പമാരും ചെയ്യുന്നത് പോലെ ഞാൻ നമ്മുടെ കുഞ്ഞിനെയും കളിപ്പിച്ചുകൊണ്ട് ഇവിടെ കഴിഞ്ഞോളാം. ആ വാക്കുകളൊക്കെ അവർണികയ്ക്ക് സഹിക്കാവുന്നതൊരു അധികമായിരുന്നു. അവളൊരു കുഞ്ഞിനെ പോലെ പൊട്ടി കരയാണ്. അത് കണ്ടിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, മോൾ എന്തിനാ കരയുന്നത്? നിന്റെ കണ്ണ് നിറയാതിരിക്കാൻ വേണ്ടിയാ ഡാഡി വെട്ടിപ്പിടിച്ചതെല്ലാം നഷ്ടപ്പെടുത്തിയത്. അവൾക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പൊട്ടി കരഞ്ഞിട്ട് അയാളുടെ നെഞ്ചിലേക്ക് ചാഞ്ഞി കിടക്കുകയാണ്. എന്നിട്ട് അവിടെ വെച്ചിട്ട് പറയുന്നുണ്ട്, എല്ലാം എൻ്റെ ബുദ്ധിമോശം കൊണ്ട് സംഭവിച്ചതാ. കിച്ചുവിന് വേണ്ടി ഞാൻ ഒരുപാട് വാശി പിടിച്ചു. ഞാൻ സ്വർണ്ണമാണെന്ന് കരുതിയവൻ വെറും ചെമ്പാണെന്ന് ഞാൻ ബാംഗ്ലൂരിൽ വെച്ച് മനസ്സിലാക്കിയതാ. അയാളുടെ നെഞ്ചിൽ കിടന്നുകൊണ്ട് അവർണിക തൻ്റെ സങ്കടങ്ങളൊക്കെ പറഞ്ഞു തീർക്കുകയാണ്. അന്നേ ഞാനവനെ ഒഴിവാക്കിയിരുന്നെങ്കിൽ ഡാഡിക്ക് ഇങ്ങനെ ഒരു അഭയാർത്ഥിയാകേണ്ടി വരില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം മകളെ സമാധാനിപ്പിക്കുകയാണ്, അതിലൊന്നും എനിക്ക് ഒരു വിഷമവും ഇല്ല. എന്നിട്ട് അവർണികയെ പിടിച്ചു മാറ്റിയിട്ട് അവളുടെ കണ്ണൊക്കെ തുടച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം മകൾക്ക് ഊർജം പകർന്നു കൊടുക്കാൻ വേണ്ടി അദ്ദേഹം പറയാണ്, എന്നെ ഞാനാക്കി മാറ്റിയത് ഇങ്ങനെയുള്ള കനത്ത തിരിച്ചടികളാണ് മോളെ. അന്ന് ശത്രുവിനെ കൊന്ന് സ്വയം അവസാനിക്കണമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അവർണികയ്ക്കുള്ള പ്രചോദനം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ സമയത്തെ വാക്കുകൾ. അതിനുശേഷം അവർണിക അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന റിവോൾവർ എടുത്ത് സ്വന്തം നെറ്റിയിലേക്ക് മുട്ടിച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, എന്നെ സംബന്ധിച്ചിടത്തോളം ആ നിമിഷത്തിലാണ് ജയിക്കാനുള്ള ആവേശം കൂടുന്നത്. ആ നിമിഷത്തിൽ അവർണികയ്ക്കും അത് തീർത്തും പ്രചോദനം തന്നെയായിരുന്നു. കാരണം രണ്ടാമതൊന്നുകൂടി ആലോചിക്കാനുള്ള ഒരു സമയം. അവളുടെ മുഖത്തുള്ള ആ ഭാവമാറ്റങ്ങൾ തിരിച്ചറിഞ്ഞിട്ടെന്നോണം അദ്ദേഹവും പറയുന്നുണ്ട്, മോളും അങ്ങനെ ആവണം. ഒരുപാട് നേരം സ്വയം ആലോചിച്ചതിന് ശേഷം അവർണികയും പ്രതികാരത്തോടെ പറയാണ്, ഞാനും ഫൈറ്റ് ചെയ്യും ഡാഡി. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, പോരാത്തതിന് നിൻ്റെ കൂടെ ഇപ്പോൾ ഒരു കുഞ്ഞു കൂടിയുണ്ട്. നീ വന്നു ചേർന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെയാ, ഗോവിന്ദും ഗീതാഞ്ജലിയും. അവർ രണ്ടുപേരും നിന്നെ നന്നായിട്ട് സഹായിക്കും. അത് അവർണികയെ അംഗീകരിക്കുകയാണ്. അതിനുശേഷം അവൾ ഡാഡിയോട് പറയുന്നുണ്ട്, എനിക്കറിയാം ഞാൻ തോൽക്കില്ല, ജയിച്ച് കാണിക്കും. ഇത് ഞാൻ ഡാഡിക്ക് തരുന്ന വാക്കാ. അതുകൂടെ കേട്ടപ്പോൾ അദ്ദേഹത്തിന് കുറച്ചുകൂടി സന്തോഷമാവുകയാണ്. അപ്പോഴേക്കും കിഷോറിൻ്റെ കാറ് വീട്ടിലെത്തുകയാണ്. കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പോർച്ചിലുള്ള ഡാഡിയുടെ കാറ് കിഷോർ കാണുന്നുണ്ട്. ഇറങ്ങിയപ്പോൾ തന്നെ അവന് സംശയമാവുകയാണ്, ഡാഡി വന്നിട്ടുണ്ടല്ലോ, അവർണിക ഇനി എല്ലാം വിളിച്ചു പറഞ്ഞോ? പക്ഷേ സിറ്റ് ഔട്ടിലെത്തിയ സമയത്ത് അവിടെ അദ്ദേഹം കൊണ്ടുവന്ന ആ ഗിഫ്റ്റ് കാണുകയാണ്. അപ്പം ചിരിച്ചുകൊണ്ട് വിചാരിക്കുന്നുണ്ട്, ഓ പേരക്കുട്ടി വരുന്നതിനുള്ള ഗിഫ്റ്റുമായിട്ടുള്ള വരവാണ്. ഇനി ഇവിടെ എത്തിക്കഴിഞ്ഞ് അവർണിക വല്ലതും പറഞ്ഞോ? അതുകൊണ്ടായിരിക്കും ഇതെടുത്ത് അകത്ത് വെക്കാത്തത്. കിഷോറിൻ്റെ മനസ്സിൽ ഒരേ സമയം തന്നെ ഒരുപാട് ചിന്തകൾ വരികയാണ്. കിഷോർ അകത്തേക്ക് കയറുമ്പോൾ തന്നെ അവർണിക അവളുടെ ഡാഡിയും കൂടെ സോഫയിൽ ഇരിക്കുന്നത് കാണുന്നുണ്ട്. പുഞ്ചിരിച്ചുകൊണ്ട് അകത്തേക്ക് വരുമ്പോൾ ഫസ്റ്റ് കണ്ണുപിടുന്നത് അവരുടെ രണ്ടുപേരുടെ ഇടയിലുള്ള ആ റിവോൾവറാണ്. അപ്പോൾ കിഷോറിൻ്റെ മനസ്സിലുള്ള ഭയം പുറത്തു വരുന്നുണ്ട്. അവർണികയെ നോക്കുന്ന സമയത്ത് അവളൊരു പ്രതികാരത്തോടു കൂടിയാണ് കിഷോറിനെ നോക്കുന്നുണ്ടായിരുന്നത്. ഡാഡി പക്ഷെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ടെങ്കിലും തിരിച്ച് കിഷോറിന് ആ ഒരു സ്നേഹത്തോടെ പുഞ്ചിരിക്കാൻ പറ്റുന്നില്ല. ചെറുതായിട്ടുള്ളൊരു ഭയമുണ്ട്. കൗശലക്കാരനായ കിഷോർ ആ സമയത്ത് ചിന്തിക്കുന്നത് എങ്ങനെയെങ്കിലും ജീവൻ രക്ഷിക്കണം. അവർണിക എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ രഘുറാം പറയുന്നുണ്ട്, കിച്ചു എന്താ അവിടെ തന്നെ നിൽക്കുന്നേ, ഇങ്ങ് വാ. അപ്പോഴേക്കും കിഷോർ അവർക്ക് അരികിലേക്ക് പോവുകയാണ്. കിഷോർ പേടിയോടുകൂടി നേരെ പോയി അയാളുടെ കാൽക്കീഴിലേക്ക് വീഴുകയാണ്. അപ്പോൾ അയാൾ എന്നെ അമ്പരന്ന് പോകും, ഏയ് മോനെ. പക്ഷേ വെറുപ്പോടു കൂടിയാണ് അവർണിക ആ കാഴ്ച കാണുന്നത്. അപ്പോൾ കിഷോർ അവിടെ കിടന്നുകൊണ്ട് പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്കണം ഡാഡി, എനിക്ക് മാപ്പ് തരണം. അവർണിക വെറുപ്പോടുകൂടി അവൻ്റെ പ്രഹസനം നോക്കി നിൽക്കുകയാണ്. അപ്പോഴേക്കും രഘുറാം എഴുന്നേറ്റുകൊണ്ട് കിഷോറിനോട് പറയുന്നുണ്ട്, ഏയ് എന്താ മോനെ ഇത്, എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടല്ലോ. അപ്പോൾ കിഷോർ അവിടെ ഇരുന്നിട്ട് വിചാരിക്കും,
അനുഗ്രഹോ? നന്നായി വരും, മോൻ എഴുന്നേൽക്ക്. അപ്പോൾ കിഷോർ ഒന്നും സംഭവിക്കാത്ത പോലെ തന്നെ എഴുന്നേൽക്കുകയാണ്. അല്ല, നീ എന്തിനാ എന്നോട് ക്ഷമ ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. അയാൾ സംശയത്തോട് ചോദിക്കുകയാണ്. അപ്പം കിഷോർ ചെറുതായിട്ടൊന്ന് പതറുന്നുണ്ട്. അത് പിന്നെ അപ്പോൾ പുച്ഛത്തോടെ അവർണിക പറയാണ്, ഡാഡിയെ ഒന്നും ഇല്ലായ്മയിലേക്ക് തള്ളിവിട്ടതിൻ്റെ കുറ്റബോധം കൊണ്ടായിരിക്കും. രഘുറാം പുഞ്ചിരിക്കുന്ന ആ സമയം കൊണ്ട് കിഷോർ പെട്ടെന്ന് പറയാണ്, യെസ്, എനിക്ക് മാപ്പ് തരണം ഡാഡി. അപ്പോൾ അദ്ദേഹം അവൻ്റെ തോള് തട്ടിക്കൊണ്ട് പറയുന്നുണ്ട്, പോയത് പോട്ടെ കിച്ചു, സീറോ നിന്നും തുടങ്ങാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നിങ്ങൾ രണ്ടുപേരും എൻ്റെ ഇടവും വലവും വേണം. അപ്പോൾ കിഷോർ ചിരിച്ചുകൊണ്ട് പറയാണ്, ഷുവർ ഡാഡി, നമ്മൾ പൊളിക്കും. അതൊക്കെ കേൾക്കുന്ന സമയത്ത് അവർണിക അവനോട് വെറുപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കിഷോർ എപ്പോഴും ഒരു ഇടങ്ങണ്ണിട്ടുകൊണ്ട് അവർണികയെ നോക്കുന്നുമുണ്ട്. അതേസമയം ഗീതും ഗോവിന്ദും കൂടി വെപ്രാളപ്പെട്ടുകൊണ്ട് അവർണികയുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് തവണ ഗീതു വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അവർണികയാണെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യുന്നുമില്ല. അപ്പോൾ രഘുറാം ചോദിക്കുന്നുണ്ട്, ആരുടെ ഫോണാണ് ബെല്ലടിയുന്നത്? എൻ്റെ ഫോണാണ് ഡാഡി. എങ്കിൽ ചെന്ന് എടുക്ക്, അവർണികയോട് അയാൾ പറയാണ്. മുകളിലേക്ക് ഫോൺ എടുക്കാൻ പോകുമ്പോഴൊക്കെ വെറുപ്പോട് കൂടി അവർണിക കിഷോറിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ രഘുറാം കിഷോറിനോട് ചോദിക്കുന്നുണ്ട്, ജോലിയൊക്കെ എങ്ങനെയുണ്ട് കിച്ചു? വളരെ നന്നായിട്ട് പോകുന്നു ഡാഡി. അവർണികയുടെ ആ നോട്ടം കാണുന്ന സമയത്തൊക്കെ കിഷോർ വിചാരിക്കുന്നത് അവർണിക അവനെ സംശയിച്ച് തെറ്റിദ്ധരിച്ചിട്ട് നോക്കുന്നതാണെന്നാ. മുറിയിലെത്തിയിട്ട് അവർണിക ഫോൺ എടുക്കുന്ന സമയത്ത് ഗീതുവാണ്. ഹലോ ഗീതാഞ്ജലി. അവർണിക, എന്താ ഫോൺ എടുക്കാതിരുന്നത്? ഇപ്പോൾ രണ്ടുപേരും കാറ് നിർത്തിയിട്ട് ചോദിക്കുകയാണ് ഗീതു സ്പീക്കറിലിട്ടുകൊണ്ട്. ഞാൻ വല്ലാണ്ട് പേടിച്ചു. അപ്പോൾ അവർണിക ഹാർഷായിട്ട് ചോദിക്കുകയാണ്, എന്തിന്? അത് നീ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞിട്ട് പോയ കാര്യങ്ങൾ ഓർത്തിട്ട്. അതിന് അവർണിക മറുപടി ഒന്നും പറയുന്നില്ല. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, അവർണിക, ഞാനും ഗോവിന്ദേട്ടനും കൂടി നിന്നെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഇവിടേക്ക് ആരും വരണ്ട. അവർണിക ഹാർഷായിട്ടാണ് പറയുന്നത്. അപ്പോഴേക്കും സ്പീക്കറിലിട്ട ഫോണായതുകൊണ്ട് തന്നെ ഗോവിന്ദ് സംസാരിക്കുകയാണ്. ഹലോ അവർണിക, ഞാൻ ഗോവിന്ദ. ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ അവിടെ എത്തും. ചില കാര്യങ്ങൾ തന്നോട് സംസാരിക്കാനുണ്ട്. അതുവരെ താൻ അനാവശ്യമായ തീരുമാനങ്ങളൊന്നും എടുക്കരുത്. ഒരു കടുങ്കയ്യും ചെയ്യരുത്. അപ്പോഴേക്കും അവർണിക പറയുന്നുണ്ട്, ചെയ്യാൻ തീരുമാനിച്ചുറപ്പിച്ചതാ. അപ്പോഴേക്കാണ് ഡാഡി വന്നത്. ഇല്ലായിരുന്നെങ്കിൽ എൻ്റെയും കിച്ചുവിൻ്റെയും മരണ വാർത്ത ഒന്നിച്ച് കേൾക്കാമായിരുന്നു. അപ്പം ഗോവിന്ദും ഗീതു ഒരുപോലെ ഞെട്ടിപ്പോവാണ്. അവർണികയുടെ സ്വഭാവത്തിന് അവളത് ചെയ്യുന്നുള്ളത് അവർക്കും അറിയുന്ന കാര്യമാണ്. എന്നിട്ട് ഗോവിന്ദ് പറയുന്നുണ്ട്, അവർണിക, ഞങ്ങളൊരു 10 മിനിറ്റിനകം അവിടെ എത്തും. ഗീതവും പറയാണ്, അവർണിക, ഞങ്ങൾക്ക് നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ട്. നീ കൂടി മനസ്സ് വെച്ചാൽ നമുക്കിത് സക്സസ് ആക്കാം. അപ്പോൾ അതെന്താണെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി അവർണികയിലുണ്ടായിരുന്നു. അപ്പോൾ അവൾ ബാൽക്കണിയിലൂടെ താഴേക്ക് നോക്കുന്ന സമയത്ത് കിഷോറും അവളുടെ ഡാഡിയും കൂടെ ഭയങ്കര സംസാരത്തിലാണ്. ഇവിടെ ഇപ്പോൾ ഡാഡിയും കിഷോറും ഉണ്ട്. നമ്മുടെ സംസാരം അവരുടെ പ്രസൻസിൽ വേണ്ട, നമുക്ക് പുറത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞിട്ട് അവർണിക കോള് കട്ട് ചെയ്യാണ്. അപ്പം ഗീതുവും ഗോവിന്ദും പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിട്ട് അവർ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി കാർ ഓടിച്ച് പോകുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.